ഈ റബീഉൽ അവ്വലിലെ ആഘോഷ പരിപാടിയിൽ നാം പ്രധാനമായി കാണുന്നത് മദ്രസയുടെ ഉൽപ്പന്നങ്ങളാണ്. നമ്മളെല്ലാവരും ഈ സ്ഥാപനത്തിൽ പഠിച്ചവരാണ്. ഞാനടക്കമുള്ള ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുഭൂരിപക്ഷം ആളുകളും സഹോദരിമാരും ഉമ്മമാരുമെല്ലാം ഈ സ്ഥാപനത്തിൻ്റെ സന്തതികളാണ്. അൽഹംദുലില്ലാഹ്, ഈ സ്ഥാപനം ഇവിടെ എന്നെന്നും നിലനിൽക്കണം. എന്നെന്നും പ്രൗഢിയോടെ ഈ വെളിച്ചം എന്നും ഇവിടെ പ്രവഹിച്ചു കൊണ്ടിരിക്കണം. അതിന് നമ്മളെല്ലാം നമ്മെക്കാളേറെ ഈ സ്ഥാപനത്തെ സ്നേഹിക്കണം. കാരണം ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനാണ്. ആ ദീനിൻ്റെ ജീവനായ ഇൽമ്, ദീനിൻ്റെ ജീവനായ അറിവ് പഠിപ്പിക്കുന്ന കേന്ദ്രമാണ്. അതിനാൽ അവിടുത്തെ അപദാനങ്ങൾ എന്നെന്നും ഈ നാട്ടിൽ ഉയർന്നു കേൾക്കുന്നതിന് നമ്മുടെ മദ്രസ ഇവിടെ നിലനിൽക്കൽ അനിവാര്യമാണ്. കാരണം ഓരോ ദിവസവും നമ്മുടെ സ്ഥാപനം തുടങ്ങുന്നത് അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടും അവിടുത്തെ മദ്ഹ് പാടിക്കൊണ്ടുമാണ്. ആ സ്ഥാപനത്തിലെ ഓരോ പാഠങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പാഠങ്ങളും അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളുമാണ് നമ്മൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ഈ സ്ഥാപനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്വം എന്നെന്നും ഉദ്ഘോഷിക്കപ്പെടാൻ ഇവിടെ അനിവാര്യമാണ്. അതിന് നാം ഒക്കെ എത്ര സഹായിക്കുന്നുവോ സഹകരിക്കുന്നുവോ, അതിൻ്റെ പിന്നിൽ നാം എത്രത്തോളം പ്രവർത്തിക്കുന്നുവോ അതൊക്കെ അള്ളാഹുവിൻ്റെ ഹബീബിന് ഏറെ ഇഷ്ടമുള്ള സന്തോഷമുള്ള കാര്യമാണ്. ഇമാം റാസി റഹിമഹുല്ലാ പറഞ്ഞതുപോലെ വറഫഅനാ ലക ദിക്റക്, നബിയെ അങ്ങയുടെ പ്രകീർത്തി, അങ്ങയുടെ കീർത്തി അത് ഞാൻ വളരെയധികം ഉയർത്തി വച്ചിരിക്കുന്നു. അഥവാ അങ്ങയുടെ പ്രകീർത്തനങ്ങൾ എന്നും എവിടെയും നിറഞ്ഞു നിൽക്കും എന്നറിയിക്കുന്ന ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നത് കാണാം. ഇവിടെ ദീനിയായ എന്ത് ചലനങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടോ അതിൻ്റെ മുഴുവനും ക്രെഡിറ്റ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. എത്രത്തോളം അവിടുന്ന് പറയുന്നു, ഫൽ ഖുറാഉ യഹ്ഫളൂന അൽഫാള മൻശൂരിക് വൽ മുഫസ്സിറൂന യുഫസ്സിറൂന മആനിയ ഫുർഖാനിക് വൽ വുആളു യുബല്ലിഗൂന വഅലക് ബലിൽ ഉലമാഉ വസ്സലാത്തീനു യസ്ഇലൂന ഇലാ ഖിദ്മതിക് വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക് വയംസഹൂന വുജൂഹഹും ബിതുറാബി റൗളതിക് വയർജൂന ശഫാഅതക് ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ. ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞതിൻ്റെ ആകത്തുക, ലോകത്ത് ആര് ഖുർആൻ മനഃപ്പാടമാക്കുന്നുണ്ടോ അവർ അവിടുത്തേക്ക് അവതരിച്ച ഖുർആൻ എന്ന അഡ്രസ്സിലാണ് അവർ മനഃപ്പാടമാക്കുന്നത്. ഖുർആൻ ഏതൊരു മുഫസ്സിർ വ്യാഖ്യാനിക്കുന്നുണ്ടോ അങ്ങയുടെ മേൽ അങ്ങ് പഠിപ്പിച്ച പാഠങ്ങൾ അത് ജനങ്ങൾക്ക് ഖുർആനിലൂടെ വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്ന ഒരു വിലാസത്തിലല്ലാതെ സാധ്യമല്ല. ലോകത്ത് ആര് മതപ്രസംഗം നടത്തുന്നുണ്ടോ അത് മുഴുവനും അങ്ങയുടെ ഉപദേശങ്ങൾ മാത്രമാണ് ലോകത്ത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്ത് ഏത് വലിയ രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ടോ അവർ മുഴുവനും അങ്ങയുടെ സമീപത്ത് വന്ന് അങ്ങയുടെ തിരു റൗളയിൽ മുഖം അമർത്തി കരയാനും അങ്ങയുടെ പിന്നിൽ വാതിൽപ്പടിയിൽ നിന്ന് അങ്ങയെ വിളിക്കാനും അതുവഴി അങ്ങയുടെ ശഫാഅത്ത് ലഭിക്കാനും അങ്ങേയറ്റം കൊതിച്ചു കൊണ്ടിരിക്കുന്നവർ തന്നെയാണ്. അങ്ങനെ ഫശറഫുക ബാഖിൻ ഇലാ യൗമിൽ ഖിയാമ, അങ്ങയുടെ ഷറഫ് ഖിയാമത്ത് നാൾ വരെ അനവരതം അനിസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഇമാം റാസി റഹിമഹുല്ല പറയുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ തന്നെ ഇമാം ഖുർത്തുബിയെ പോലുള്ളവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു വരി, ഫളമ്മൽ ഇലാഹുസ്മൻ നബിയ്യി ഇലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അഷ്ഹദു. ഏതൊരു പള്ളിയിൽ
മിഹ്റാബിൽ നിന്ന് മിമ്പറിൽ നിന്നെല്ലാം മുഴങ്ങിക്കേൾക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ തൗഹീദിനോട് അള്ളാഹു ചേർത്ത് വച്ചിരിക്കുന്നു. വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് ലോകത്ത് എന്നും ഓരോ സെക്കൻഡുകളിലായി 24 മണിക്കൂറിലും ലോകത്ത് മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേരിനെ ചേർത്ത് വെച്ചതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നമ്മുടെ മനസ്സിലേക്കും ആ പേരിനെ നാം ചേർത്ത് വെച്ചുകൊണ്ടിരിക്കുക. നാം അതിനെ ചേർത്ത് വെക്കണം. എന്നാൽ അള്ളാഹു നമ്മെയും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർത്ത് വെക്കും. ബർക്കത്തിന് വേണ്ടി ഒറ്റ കാര്യം പറയാം. ഒരു സംഭവം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അവിടുത്തെ മോതിരം ഊരിക്കൊടുത്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഇതിൽ അല്ലാഹ് എന്ന പേര്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കൊത്തിവെക്കണം. അതിൻ്റെ നക്കാഷിൻ്റെ അടുത്ത് പോയി ഇത് കൊത്തിവെച്ച് ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് രേഖപ്പെടുത്തിയിട്ട് വരണം എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയിട്ട് അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുകൂടി എഴുതി വെച്ചു. അവിടുത്തോട് പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൊത്തിവെക്കാനാണ്. അദ്ദേഹം പോയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് അവിടുത്തെ നക്കാഷിനെ കൊണ്ട് കൊത്തിവെപ്പിച്ച് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മോതിരം നോക്കുമ്പോൾ അതിൽ കാണുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അബൂബക്കർ സിദ്ദീഖ്, ഇത് മൂന്നും കാണുന്നു. അപ്പോൾ ചോദിച്ചു, അബൂബക്കർ, ഞാൻ പറഞ്ഞതിനേക്കാളും കൂടുതലുണ്ടല്ലോ ഇതിൽ. അപ്പോൾ പറഞ്ഞു, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഞാൻ പറഞ്ഞ് എഴുതിച്ചതാണ്. അങ്ങയുടെ പേര് അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം അർശിൽ പോലും അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ ഒരു പേരുണ്ടെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതാണ്. അതുകൊണ്ട് അങ്ങയുടെ പേര് അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ പിന്നെ വന്നത് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, അതിൻ്റെ കൂടെ അബൂബക്കറിൻ്റെ പേര് കൂടി ചേർത്ത് വെക്കാൻ അള്ളാഹു തീരുമാനിച്ചതാണ്. കാരണം അള്ളാഹുവിൻ്റെ പേരിൻ്റെ കൂടെ അങ്ങയുടെ പേരിനെ ചേർത്ത് വെക്കാൻ ഇഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്, ആ സിദ്ദീഖിൻ്റെ പേര് അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ അള്ളാഹു തആല നിർദ്ദേശിച്ചതാണ്. ഇതും ഇമാം റാസി രേഖപ്പെടുത്തിയതായി ഈ സംഭവം നമുക്ക് കാണാം. അപ്പോൾ നാം അവിടുത്തെ പേരിനെ നമ്മുടെ നെഞ്ചോട് ചേർത്തുക, നമ്മുടെ ഹൃദയത്തിൽ അത് ഏറ്റുവാങ്ങുക. എന്നെന്നും ആ മുഹമ്മദ് എന്ന പേരിനെ നാം ഉൾക്കൊള്ളുക. അതിൻ്റെ പവിത്രത ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നാം തെളിയിക്കുക. നേരത്തെ ഇവിടെ നമ്മുടെ ഖത്തീബ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് അഹ്മദ് എന്ന നല്ല പേരിനെ കളങ്കപ്പെടുത്തുന്ന വിധമാണ് ഇന്നത്തെ നമ്മുടെ യുവത്വത്തിൻ്റെ പോക്ക് എന്നറിയുന്നതിൽ വളരെ സങ്കടമുണ്ട്. മഹാനായ അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, തസമ്മാ ഫുലാനദ്ദീനി മൻ ഹുവ അക്സുമാ തസമ്മാ ബിഹി ഹാവി സിഫാത്തിദ്ദനിയതി. നല്ല നല്ല പേരുകളുണ്ട് ഇന്നത്തെ മുസ്ലിം ചെറുപ്പക്കാർക്ക്. പക്ഷേ ആ പേരിൻ്റെ ഒരു ഗുണവുമില്ലാത്ത പ്രവർത്തനങ്ങളാണ് അവരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ഖേദത്തോടെ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ മുഹമ്മദ് എന്ന പേരിനെ ഒരിക്കലും കളങ്കം ചാർത്തുന്ന പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടാകരുത്. കാരണം അത്രയും ഉന്നതമായ പേരാണത്. മുഹമ്മദ് എന്ന പേര് അറബിയിൽ എഴുതി നോക്കൂ, അത് ഒരു മനുഷ്യൻ്റെ രൂപം കാണും. ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ തലയും അവൻ്റെ നെഞ്ചും അവൻ്റെ കാലുമൊക്കെ എങ്ങനെയാണോ നാം കാണുന്നത്, അതുപോലെയാണ് മുഹമ്മദ് എന്ന പേര് അറബിയിൽ കൊത്തിവെച്ചാൽ നമുക്ക് വായിക്കാൻ കഴിയുക. ഇതിൽ ഈ ഒരു സന്ദേശത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, മുഹമ്മദ് എന്ന പേര് മനുഷ്യനെ അള്ളാഹു എത്രത്തോളം, വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അള്ളാഹു ബഹുമാനിച്ചത് എത്രത്തോളം അതുപോലെ ആ പേരിനെ അള്ളാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന പേരിൻ്റെ ആ ശൈലിയിലുള്ള ആ രൂപത്തിലുള്ള ഒരു മനുഷ്യനെയും അള്ളാഹു നരകത്തിലെറിയുകയില്ല. അപ്പോൾ മനുഷ്യൻ മുഹമ്മദ് എന്ന ആ ഒരു ആശയത്തിനെതിരായി ആരെങ്കിലും ജീവിച്ചാൽ
അവനെ അള്ളാഹു കോലം മാറ്റി മറ്റേതെങ്കിലും രൂപത്തിലേക്ക് മാറ്റിയിട്ടായിരിക്കും നരകത്തിൽ വലിച്ചെറിയുന്നത് എന്ന് വരെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇമാം ബുസീരി തങ്ങൾ അവിടുത്തെ ബുർദയിൽ പറഞ്ഞൊറ്റ വരി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. فإن لي ذمة منه بتسميتي محمدا وهو أوفى الخلق بالذمم. എനിക്ക് മുഹമ്മദ് എന്നാണ് പേര്. ബഹുമാനപ്പെട്ട ബുസ്രി ഇമാം പറയുന്നു, ആ പേര് എനിക്കുള്ളത് കൊണ്ട് തന്നെ ആ പേരിൻ്റെ ഒരു ബന്ധം കൊണ്ടെങ്കിലും അവിടുന്ന് എന്നെ ഏറ്റെടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് മഹാന്മാർ മുഴുവനും കണ്ടത്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് മുഹമ്മദ്, അവിടുത്തെ ഉപ്പാൻ്റെ പേര് മുഹമ്മദ്, അവിടുത്തെ ഉപ്പാൻ്റെ പേരും മുഹമ്മദ്. ഇവരൊക്കെയും പേരിനെ ഇത്രയേറെ സ്നേഹിച്ചത് ആ ഇസ്മിൻ്റെ മുസമ്മയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്, അവിടുത്തെ ദീനിനോടുള്ള മഹബ്ബത്താണ്. അത് നാം ഉയർത്തിപ്പിടിക്കുക.